My dear friends, the ballad of Father Gilligan, a poem by W.B. Yeats. 5 stanzas we had discussed in the last class. 5 stanza നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. The ballad, എന്തായിരുന്നു ballad എന്ന് പറഞ്ഞാൽ? A poem in the form of a story. A poem which tells a story. A story of whom? ആരുടെ സ്റ്റോറി ആയിരുന്നു? Yes, the priest Peter Gilligan. പീറ്റർ ഗില്ലിഗൻ എന്ന പേരുള്ള പ്രീസ്റ്റിന്റെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ. എന്താ സംഭവിച്ചത്? അയാളുടെ പാരിഷില് ഒരു എപ്പിഡമിക്, ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയും the people were dying and dying. So the priest had to reach in the sick man's house and do the last prayer and the funeral service. അല്ലേ? ഈ പ്രീസ്റ്റ് ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് അവസാനത്തെ പ്രയർ നൽകി അവരെ മരിക്കുകയും അവർക്ക് മോക്ഷം കിട്ടുകയും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടേയിരുന്നു. So at that time the priest had become so tired and a sick man had sent for a priest. പ്രീസ്റ്റിന് വേണ്ടി വീണ്ടും ഒരു സിക്ക് മാൻ ഇയാൾക്ക് വേണ്ടി പറഞ്ഞു വിടുകയും അവിടെ പോവാൻ നമ്മുടെ പ്രീസ്റ്റിന് കഴിഞ്ഞോ? ഇല്ല, അയാള് ടയേർഡായി ഉറങ്ങിപ്പോയില്ലേ? ഉണർന്ന സമയത്താണ് he was complaining to God that he has no rest, no peace and no joy. ഒരു റെസ്റ്റും പീസും ജോയും ഒന്നും ഇല്ല എന്ന് കംപ്ലൈൻ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ he understood he was doing his mistake. അങ്ങനെ അയാൾ ഒരു മിസ്റ്റേക്കാണ്, ഇങ്ങനെ ദൈവത്തിനോട് കംപ്ലൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിച്ച് പെട്ടെന്ന് ദൈവത്തിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന സമയത്ത് he had slept off. ഉറങ്ങിപ്പോയി പ്രീസ്റ്റ് അല്ലേ? ഇനി ഉണർന്ന സമയത്ത് എന്ത് സംഭവിച്ചു? That we can see in the next stanza. Yes, look at 6th stanza. Upon the time of sparrow chirp, when the moths came once more, the old priest Peter Gilligan stood upright on the floor. Our Peter Gilligan had slept he has seen the moth hour, he had slept in the night. രാത്രിയാണ് എന്തായത്? ഉറങ്ങിപ്പോയത് അല്ലേ? ഇനി പിന്നെ എന്താ സംഭവിച്ചത്? എപ്പോഴാണ് ഉണർന്നത്? upon the time of sparrow chirp. എന്താ സ്പാരോ? ചെർപ്പിംഗ് ഓഫ് ദ സ്പാരോ ബേർഡ്. സ്പാരോ ബേർഡിന്റെ ചെർപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദ സൈൻ ഓഫ് മോർണിംഗ് ടൈം. ഹി woke up in the morning time. When the moths came once more, രാവിലെ മോത്സ് വീണ്ടും വന്നു. Means that is the morning time. The old priest Peter Gilligan stood upright on the floor. He woke up. Our priest Peter Gilligan woke up. എഴുന്നേറ്റപ്പം പെട്ടെന്ന് ഓർമ്മ വന്നു, ഇന്നലെ സിക്മാൻ വേറൊരാള് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രീസ്റ്റിനെ പറഞ്ഞയച്ചിരുന്നു. അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം ആർക്കാ എപ്പോഴാ ഓർമ്മ വന്ന? പ്രീസ്റ്റിന് ഓർമ്മ വന്നു. മാഫ്രോൺ, the man has died while I slept in the chair. He woke up in the morning. രാവിലെ എഴുന്നേറ്റപ്പം ഓർമ്മ വന്നു എന്ത്? ആ സിക്മാന്റെ വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ, പോയിട്ടില്ലല്ലോ എന്നുള്ളത് പ്രീസ്റ്റിന് ഉണർന്നപ്പോഴാ ഓർമ്മ വന്ന്. So he told, Maphron, the man has died while I slept in the chair. He roused his horse out of its sleep and rode with little care.
കഷ്ടായിപ്പോയി. മാവ്രോൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് സോറോ. സോറോ, കഷ്ടം എന്ന് പറയാറില്ലേ, അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് മാവ്രോൺ. ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. ഞാൻ ഉറങ്ങിയ സമയത്ത് അയാൾ മരിച്ചു പോയിട്ടുണ്ടാവും. എന്നിട്ടോ ഇയാൾ പെട്ടെന്ന് ഉണർന്ന് മരിച്ചു പോയിട്ടുണ്ടാവോ? എൻ്റെ ഒരു ലാസ്റ്റ് പ്രെയർ കിട്ടാതെ. കാരണം അയാളിൽ അർപ്പിതമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണെന്ത്, മരിക്കുന്ന ഒരാൾക്ക് അവസാനത്തെ പ്രെയർ കൊടുത്ത് അയാളെ ഹെവനിലേക്ക്, സ്വർഗത്തിലേക്ക് വിടണം എന്നുള്ളത് അല്ലേ. അപ്പം ഈ ഒരു രാത്രി അയാൾക്ക് പോവാൻ കഴിഞ്ഞില്ലല്ലോ, അയാൾ പോയില്ല, ഉറങ്ങിപ്പോയില്ലേ. അതുകൊണ്ട് ദ മാൻ മൈറ്റ് ഹാവ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. ഞാൻ ഈ ചെയറിൽ കിടന്ന് ഉറങ്ങിയപ്പം എന്തായി പോയിട്ടുണ്ടാവും, അയാൾ മരിച്ചു പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ ഫാദർ ഗില്ലിഗൻ എന്ത് ചെയ്തു? ഹി റൗസ്ഡ് ഹിസ് ഹോഴ്സ് ഔട്ട് ഓഫ് ഇറ്റ്സ് സ്ലീപ്പ് ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. അയാളുടെ ഹോഴ്സിനെ ഉറക്കത്തു നിന്നൊക്കെ ഉണർത്തിയിട്ട് എന്ത് ചെയ്തു? ഒരു ശ്രദ്ധയില്ലാതെ വളരെ റെക്ലെസ് ആയിട്ട് ആ കുതിരപ്പുറത്ത് അയാൾ ആ സിക്ക് മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ലിറ്റിൽ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് നോ കെയർ. ലിറ്റിൽ ഈസ് ദ നെഗറ്റീവ് വേർഡ്. ഒരു ശ്രദ്ധയില്ലാതെ അയാൾ കുതിരപ്പുറത്ത് കയറി പോവാണ്. ദ നെക്സ്റ്റ് ആൻസർ, he rode now as he never rode by rocky lane and fen. The sick man's wife opened the door. Father, you come again? He rode now as he never rode. ഇതുവരെ റോഡ്, റൈഡ്, റൈഡിങ് ദ ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? സൈക്കിൾ സവാരി അല്ലേ. സോ ഹി റോഡ് ഹിസ് ഹോഴ്സ് ആസ് ഹി നെവർ റോഡ്. ഇതുവരെ സഞ്ചരിച്ച പോലെയല്ല അയാള് ഇപ്പൊ സഞ്ചരിച്ചത്. ബൈ റോക്കി ലെയിൻ ആൻഡ് ഫെൻ. പാറക്കെട്ടുകളിലൂടെയും അതേപോലെ ചതുപ്പ് നിലകളിലൂടെയും സ്ഥലങ്ങളിലൂടെയും അയാള് വളരെ റെക്ലെസ് ആയിട്ട്, തീരെ ശ്രദ്ധിക്കാതെ, വളരെ ഹൈ സ്പീഡിൽ ഈ കുതിരപ്പുറത്ത് അയാൾ ആ സിക്മാൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ടോ അവിടെ എത്തിയപ്പോഴും ദ സിക്മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ. സിക്മാൻ്റെ വൈഫ് ഡോറ് ഓപ്പൺ ചെയ്തു. അത്ഭുതത്തോടു കൂടി ചോദിച്ചു വൈഫ് ഈ ഫാദറിനെ കണ്ടപ്പോൾ, ഫാദർ യു കം അഗൈൻ? നിങ്ങൾ വീണ്ടും വന്നോ? നിങ്ങളല്ലായിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്? Then the next answer, and is the poor man dead? He cried. He died an hour ago. The old priest Peter Gilligan in grief swayed to and fro. And is the man dead? He cried. പെട്ടെന്ന് ഡോറ് തുറന്നു, ഫാദർ യു കം അഗൈൻ എന്നാ ചോദിച്ചത്. നിങ്ങൾ വീണ്ടും വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഫാദർ ഗില്ലിഗൻ ചോദിച്ചു, ദാറ്റ് മാൻ ഡൈഡ്. അയാൾ മരിച്ചോ? Then the wife said, yes, he died an hour ago. ഒരു മണിക്കൂർ മുമ്പ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. The old priest Peter Gilligan in grief swayed to and fro. പെട്ടെന്ന് വളരെ ഷോക്കായിപ്പോയി ഗില്ലിഗൻ. കാരണം എന്താ? ഹി വാസ് വാക്കിംഗ് ടു ആൻഡ് ഫ്രോ. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ വളരെ ടെൻസ്ഡായിട്ട് നമ്മുടെ ഫാദർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. എന്തായിരിക്കാം സംഭവിച്ചത്? അയാൾ മരിച്ചുപോയി. അപ്പം ഈ വൈഫ് ചോദിച്ചു, നിങ്ങൾ വീണ്ടും വന്നോ എന്ന്. അപ്പം ആ വീട്ടിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? ആരായിരിക്കാം നേരത്തെ വന്നിട്ടുണ്ടാവുക? ഫാദർ ഗില്ലിഗൻ ഏതായാലും പോയിട്ടില്ലല്ലോ, അയാൾ ഉറങ്ങല്ലായിരുന്നു ചേർന്ന്. അപ്പം അവിടെ ആരോ വന്നിട്ടുണ്ട്. അപ്പം അതെന്താവാം? ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ആൻസർ. വെൻ യു വർ ഗോൺ ഹി ടേൺ ആൻഡ് ഡൈഡ്. വീണ്ടും വൈഫ് പറയാണ്, വെൻ യു വർ ഗോൺ he turned and died, as merry as a bird. The old priest Peter Gilligan, he knelt him at that word. When you were gone, he turned and died. നിങ്ങൾ വന്നു പോയതിന് ശേഷം തന്നെ ഇയാൾ എന്ത് ചെയ്തു? എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. As merry as a bird. The wife said, when you were gone, he turned and died, as merry as a bird.
വെൻ യു വർ ഗോൺ. വൈഫിന് അറിയില്ലല്ലോ നേരത്തെ ആരാണ് വന്നത്, ഇപ്പോൾ ആരാണ് വന്നത്. ഫാദർ ഗില്ലിഗൻ തന്നെയാണ് നേരത്തെയും വന്നിരുന്നത് എന്ന് വിചാരിച്ചു. ആൻഡ് ഹി സെഡ് വെൻ യു വർ ഗോൺ, നിങ്ങൾ നേരത്തെ പോയി കഴിഞ്ഞതിന് ശേഷം, മൈ ഹസ്ബൻഡ് ടേൺഡ് ആൻഡ് ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. എൻ്റെ ഹസ്ബൻഡ് വളരെ സന്തോഷവാനായിട്ട്, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട്, പീസ്ഫുള്ളായിട്ട്, ശാന്തനായിട്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ദെൻ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ, ഹി knelt him at that word. ആ വേർഡ് കേട്ടപ്പം പെട്ടെന്ന് വണ്ടർസ്ട്രക്കായി പോയി. ആര്? പീറ്റർ ഗില്ലിഗൻ. ഹി kneel down, മുട്ടുകുത്തിപ്പോയി at that word. And Peter Gilligan understood what has happened. എന്താ സംഭവിച്ചതെന്ന് ആർക്ക് മനസ്സിലായി? പീറ്റർ ഗില്ലിഗന് മനസ്സിലായി. യെസ്, come to the next answer. He who has made the night of stars for souls who tire and bleed sent one of his great angels down to help me in my need. He means H capital he കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? God himself. He who has made the night of stars, he who hath made എന്നാണ്, he who has made ആണ് കേട്ടോ. He who has made the night of stars, God made the night of stars, millions of stars. രാത്രിയെയും സ്റ്റാർസിനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ദൈവം. For souls who tire and bleed, എന്തിനാ? കഷ്ടപ്പെടുന്ന, ക്ഷീണിതരായ, പകൽ മുഴുവൻ ജോലി ചെയ്യുന്ന ജനങ്ങൾക്കൊരു ആശ്വാസം. നൈറ്റ് ഇറ്റ്സ് എ ടൈം ഫോർ ടേക്കിംഗ് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമാണ് രാത്രി. അപ്പം ഇത്രയും കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി രാത്രിയെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ഗോഡ് sent one of his great angels down. ഇത്രക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഗോഡ് sent one of his great angels down to help me in my need. എൻ്റെ ആബ്സെൻസിൽ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഒരു ഏഞ്ചലിനെ ദൈവം പറഞ്ഞയച്ചു. അപ്പോൾ ആ വീട്ടിൽ വന്ന് ഇയാളെ മരിപ്പിച്ചതും ആ അവസാനത്തെ പ്രയർ കൊടുത്തതും ആരാ? ഫാദർ ഗില്ലിഗൻ ആയിരുന്നോ? ഇല്ല. ഈ വൈഫ് വിചാരിച്ചെന്ത്? പ്രീസ്റ്റ് ആണെന്ന്. പ്രീസ്റ്റിന്റെ രൂപത്തിൽ ഒരു ഏഞ്ചലിനെ ദൈവം പ്രീസ്റ്റിന് ചെയ്യാൻ പറ്റാത്ത ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. ഓക്കെ. ആൻഡ് he who has made the night of stars had sent one of his great angels down to help me in my need. എൻ്റെ പോരായ്മ തീർക്കാൻ വേണ്ടി, എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഒരു ഏഞ്ചലിനെ, ഒരു മാലാഖയെ ഇയാൾ ഈ സിക്ക് മാനിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. സോ സച്ച് എ പവർഫുൾ, സച്ച് എ ലവിങ് ആൻഡ് കെയറിങ് ഗോഡ്. സോ വി ഹാവ് ടു നോ ദാറ്റ് ഗോഡ് ഈസ് എവ്രിവർ. ദൈവം എല്ലായിടത്തും ഉണ്ട്. ഓരോ ക്രീച്ചേഴ്സിനെയും ഹെൽപ്പ് ചെയ്യാൻ, സഹായിക്കാൻ വേണ്ടി ദൈവം, ഒരു ടൈംലി ഹെൽപ്പ് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു എന്ന് ഈ ഒരു പോയറ്റ് കൺവേ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് stanza. He who is wrapped in purple robes with planets in his care had pity on the least things asleep upon a chair. He, വീണ്ടും ദൈവത്തിനെ കുറിച്ച് പറയാണ് ഗില്ലിഗൻ. He who is wrapped in purple robes, wrapped means covered. God is covered in purple colored dress. Okay, God, a kingly dress. God is covered. ഇത്രക്കും പവർഫുൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ലവിങ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ഗോഡ്. With planets in his care, the whole planet is in his care, in his responsibility. Has had pity on the least thing. ഇത്രക്കും പവർഫുൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗോഡ് had pity on the least thing. least thing എന്താണ് ഇവിടെ? ഫാദർ ഗില്ലിഗൻ. ഒരു സൃഷ്ടിയുടെ മാനസിക പ്രയാസം മനസ്സിലാക്കി അവിടെ ഒരു ടൈംലി ഹെൽപ്പിന് വേണ്ടി ഒരു മാലാഖയെ പറഞ്ഞയച്ച ഗോഡ്. asleep on a chair.
that is the least thing sleeping on the chair. ആരായിരുന്നു? ഫാദർ ഗില്ലിഗൻ. ഫാദർ ഗില്ലിഗൻ അത്രക്കും ടയേർഡായിട്ട് ചെയറിൽ കിടന്നുറങ്ങുന്ന അയാളുടെ ആ ഒരു മാനസിക പ്രയാസം മനസ്സിലാക്കി ആ ഒരു ഡ്യൂട്ടി ഒരു ഏഞ്ചലിനോട് ചെയ്യിപ്പിച്ച് എന്നെ സഹായിച്ച ദൈവം, ഗോഡ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്, ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ് എന്ന് ഫാദർ ഗില്ലിഗൻ പറയാം. Okay, so this is the story in the ballad of Father Gilligan, in the poem of W.B. Yeats. Okay, so we have completed our poem, Ballad of Father Gilligan. Now we can go to the rest of the question answers and appreciation of the poem. So look at the next questions. Sixth question. 5 question answers we had discussed in the last class. 5 question answers നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 6th question നോക്കാം കേട്ടോ. Why is the time called moth hour? Moth hour എന്നുള്ള ടൈം എന്തുകൊണ്ടാണ് moth hour എന്ന് വിളിക്കാൻ കാരണം? എന്തുകൊണ്ടാണ്? The time is called moth hour because it is evening time. So at this time moths are seen in large numbers. ഈവനിങ് ടൈമിൽ മോത്ത്സ് കുറേ നമുക്ക് കാണാം. അതുകൊണ്ടാണ് അതിനെ മോത്ത് അവർ എന്ന് വിളിക്കാൻ കാരണം. Then 7th question. What is meant by upon the time of sparrow chirp? Sparrow chirp time എന്ന് പറയാൻ കാരണം എന്താ? Yes, it refers to early morning when sparrows start chirping. 8th question. What is the time and rode with little care? Little care and rode with little care എന്ന് പറയുന്നത് എന്താ? കാരണം എന്താ? Yes, listen. Answer. Father Gilligan had failed to reach the sick man's house. He was so afraid of the death of the man without getting his last prayer. So he rode recklessly to the sick man's house without caring his own safety. 9th question. Why is the sick man's wife surprised to see Father Gilligan? എന്തുകൊണ്ടാണ് ഫാദർ ഗില്ലിഗനെ കണ്ടപ്പം അത്ഭുതപ്പെടാൻ കാരണം? ആര്? സിക്ക് മാൻ്റെ വൈഫ്. Her husband had received the last prayer and died happily, but the priest had come again, so she was surprised. ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, വീണ്ടും ഈ പ്രീസ്റ്റിനെ കണ്ടപ്പം ആ സിക്മാൻ്റെ വൈഫ് അത്ഭുതപ്പെട്ടു പോയി. Then 10th question. Why was the priest overcome with grief at the words of the widow? Widow എന്ന് പറഞ്ഞാൽ ആരാ? ഹസ്ബൻഡ് മരിച്ചു പോയ വൈഫ് അല്ലേ? ആ വിഡോന്റെ വേർഡ് കേട്ടപ്പം ഓവർകം വിത്ത് ഗ്രീഫ്, പെട്ടെന്ന് വളരെ ദുഃഖിതനായി മാറാൻ കാരണം എന്താ? യെസ്, the priest was overcome with grief at the words of widow because the priest had failed to do his religious duties to the sick man. 11th question. He knelt him at that word. Why he knelt? എന്തിനാണ് മുട്ടുകുത്തിയത്? He knew that God had done a miracle, ഒരു അത്ഭുതം ചെയ്തു ദൈവം, by sending an angel to do his duty. The mercy of God is revealed here. Then 12th question. How did God save Father Gilligan from damnation? എങ്ങനെയാണ് ഗോഡ് ഫാദർ ഗില്ലിഗനെ ആ ഒരു നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? God saved Father Gilligan from damnation by sending an angel to give the last prayer to the dying man. If the man had died without getting forgiveness for his sins, Father Gilligan would have been damned for neglecting his priestly duties. Then 13th question. He who has made the night of stars for souls who tire and bleed. What do these lines mean? They mean that
God made the beautiful night of stars so that the tired and suffering people can find some rest and comfort. 14th one, last question. What do you understand about the character of Father Gilligan? From the verse, had pity on the least of things. It shows Father Gilligan was very humble. He considered himself the least of things, an unimportant being, but God had pity on him and sent his angel to do his duty. Now we can go to the appreciation of the poem. Here is an appreciation I have prepared. So you have to go through this appreciation and study well. Okay, it's very simple. Appreciation, we have to know that introduction, theme and the poetic devices we have to include in the appreciation. So you can take down this appreciation. So we can take the next lesson in the next class. Thank you.